ഹായ് ഓൾ, ഇന്ന് നമ്മൾ ബയോളജിയിലുള്ള ഒരു പ്രധാന ടോപ്പിക്കായ വിസർജന വ്യവസ്ഥ എന്നതിൽ നിന്നും നമ്മുടെ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന കരളിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം ഇതുതന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണിത്. അതുപോലെ തന്നെ ഏറ്റവും അധികം നമ്മുടെ ശരീരത്തിൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവവും കരൾ തന്നെയാണ്. ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവമാണ്. 2 ലോബുകളുള്ള അവയവമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവമാണ് കരൾ. നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവമാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നത് കരളിലാണ്. ഫാറ്റി ആസിഡിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നു. അതുപോലെ കൊളസ്ട്രോളിൻ്റെ നിർമ്മാണം നടത്തുന്നു. സസ്യങ്ങളിൽ കാണപ്പെടുന്ന ബീറ്റ കരോട്ടിനെ കരളിൽ വെച്ച് വിറ്റാമിൻ എ ആക്കി മാറ്റുന്നു. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാവുന്ന ജീർണാവസ്ഥയാണ് സീറോസിസ്. അതുപോലെ തന്നെ കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്നു. യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗമാണിത്. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ.